ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പം ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓവർനൈറ്റ് ഓട്സ് ആണ്. അപ്പോൾ ഈ പേരിലുള്ളതുപോലെ തന്നെ നമ്മൾ തലേന്ന് രാത്രിയെ സെറ്റ് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഒട്ടും സമയമില്ലാത്തവർക്കൊക്കെ രാത്രി തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഓട്സിനകത്തോട്ട് മിൽക്കും ചിയാ സീഡും കൂടെ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കും. അതിന് മുകളിലോട്ടാണ് നമ്മൾ ഈ ഫ്രൂട്ട്സും പിന്നെ നട്ട്സും ഒക്കെ ഇടുന്നത്. ആൻഡ് നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇടാം കേട്ടോ. ആപ്പിൾ ആയിക്കോട്ടെ, മാംഗോ, പിന്നെ ബനാന, അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനെ ഉള്ളതൊക്കെ ഇടാം. പിന്നെ നട്ട്സ് ഇടാം. വേണമെങ്കിൽ കുറച്ച് ഹണിയൊക്കെ ചേർത്ത് വെക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ സ്ഥിരം കലാപരിപാടിയാണ്, എൻ്റെ പെറ്റാണിത്, കുക്കി. അപ്പം കുക്കിക്ക് ഫുഡൊക്കെ കൊടുക്കണം. പിന്നെ പി ജിക്ക് അഡ്മിഷൻ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് സംഭവങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തിരക്കിലായിപ്പോയി ഒരു ഉച്ച വരെ. പിന്നെ ഞാൻ സ്കിൻ കെയർ ചെയ്തു. ഞാനിപ്പം മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് സ്കിൻ കെയർ ചെയ്യണം, കാരണം ഞാൻ കുറേ ദിവസമായിട്ട് വീട്ടിലില്ലായിരുന്നു. അപ്പം കുറേ സ്കിൻ കെയർ കുറേ നാളുകൊണ്ട് ചെയ്യുന്നില്ല. അത് പോരാൻ എൻ്റെ തലയിൽ ഡാൻഡ്രഫായിട്ട് മുഖത്ത് മൊത്തം കുഞ്ഞു 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 കുരുക്കൾ വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഇനി മാറ്റിയെടുക്കണം. അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നതിപ്പോൾ ഒരു ഇന്നസ്ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊറിയൻ ഫേസ് വാഷാണ്. കൊറിയൻ കമ്പനിയാണ്. നല്ല അടിപൊളി ഫേസ് വാഷാണ് കേട്ടോ. നമ്മുടെ മുഖത്തുള്ള എക്സ്ട്രാ ഓയിലും ഒക്കെ മാറും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നമ്മൾ ഇതൊക്കെ വരാൻ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തല തോർത്തുന്ന ടവലോ അങ്ങനെയുള്ളതൊന്നും വെച്ചിട്ട് സ്കിന്നിലൊന്ന് തൊടാതിരിക്കുക. കാരണം ഡാൻഡ്രഫൊക്കെ വന്ന് വീഴാൻ ഭയങ്കരമായിട്ടുള്ള ചാൻസ് കൂടുതലാണ്, ഭയങ്കര കോണ്ടാക്റ്റ് വരാനായിട്ട്. അപ്പം നമ്മൾ വേറൊരു ടവൽ വെച്ചിട്ട് വേണം നമ്മുടെ ഫേസ് ഒന്ന് വൈപ്പ് ചെയ്യാനായിട്ട്. എപ്പോഴും ശ്രദ്ധിക്കണം. ഇതൊന്നും ചെയ്യാനായിട്ട് പോലും ഡാൻഡ്രഫ് കാരണം എൻ്റെ മുഖത്ത് മൊത്തം ഇപ്പോൾ പിമ്പിൾസാണ്. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഇടുന്ന ക്ലിൻഡാമൈസിൻ്റെ ഒരു ഓയിൻമെൻറ്റാണ്. നമ്മുടെ പിമ്പിൾസിന് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടും. അപ്പം നല്ലൊരു ആക്റ്റീവ് പിമ്പിളൊക്കെ നിന്നിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ രാത്രി അപ്ലൈ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഒരു ഡെർമാക്കോയുടെ ഒരു നയാസിനിമൈഡ് സെറമാണ് ഇത്. എനിക്ക് തോന്നുന്നു ഞാനിത് വല്ലപ്പോഴും അപ്ലൈ ചെയ്തോളൂ. മടിയാണ് ഗൈസ്, എല്ലാം ചെയ്യാൻ മടിയാണ്. ഞാനിപ്പോൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഈ ഒരു ഓയിൻമെൻറ്റ് മാത്രമാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇവിടെ മൊത്തവും ഭയങ്കരമായിട്ട് കുഞ്ഞു 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 പിമ്പിൾസ് ഉണ്ട്. സോ ഇപ്പോൾ നമുക്ക് സെറ അപ്ലൈ ചെയ്യാം. ഇത് ഡേയും നൈറ്റും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഡേ ആൻഡ് നൈറ്റ് സെറമാണ്. തരത്തില്ല ഇത്. ഓക്കെ, ഇനിയിപ്പം പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ലല്ലോ. അപ്പം ഞാൻ സൺസ്ക്രീൻ ഇടണോ വേണ്ടയോ എന്നറിയില്ല. മഴയുണ്ട് നല്ല രീതിയിൽ. അപ്പം സൺസ്ക്രീൻ വേണ്ട. വീട്ടിൽ ചുമ്മാ കുത്തിയിരുന്ന് സീരീസ് കാണലാണ് എൻ്റെ പണി. അപ്പോൾ പിന്നെ പുറത്തോട്ട് ഞാൻ തുണി വിരിക്കാൻ പോലും ഇറങ്ങത്തില്ല. അപ്പോൾ പിന്നെ സൺസ്ക്രീൻ്റെ ആവശ്യം. പിന്നെ ഇതൊരു ടിൻറ്റഡ് മോയ്സ്ചറൈസറാണ്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ ഇടുന്നത് ഇതൊരു ടിൻറ്റഡ് ആണ്. ഇതിന് പല ഷെയ്ഡുണ്ട്. ബ്രൗൺ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പം അതൊന്ന് ചെറുതായിട്ടിടാം. ചെറുതായിട്ട് ഇത് നിൽക്കുമ്പം ഒരുപാട് വരും. വെള്ള ഷെയ്ഡാണ് കേട്ടോ. ഇത് പല ഷെയ്ഡിന് അവൈലബിൾ ആണ്. എന്തോ 6+ ഷെയ്ഡ് ഉണ്ടെന്ന് തോന്നുന്നു. മോയ്സ്ചറൈസറാണ്. അത് BB ക്രീമോ ഫൗണ്ടേഷനോ ഒന്നുമല്ല. അതൊരു ടിൻറ്റഡ് മോയ്സ്ചറൈസറാണ്. ഇതിനകത്ത് SPF 25 ഉണ്ട്. നമ്മുടെ കറക്റ്റ് സ്കിന്നാകുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു വലുതായിട്ട് വൈറ്റ് കാസ്റ്റും കാര്യങ്ങളും ഒന്നും വരത്തില്ല. സ്കിൻ ടൈപ്പ് കറക്റ്റ് ഷെയ്ഡാണെങ്കിൽ. ഇതിപ്പം ഒന്നും അറിയുന്നില്ല, ഇട്ടതുപോലും അറിയുന്നില്ല. നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കും. ലാസ്റ്റ് ഇനി ഒരു ലിപ് ബാമും കൂടി ഇടാം. എന്നിട്ട് ഇതെൻ്റെ കറക്റ്റ് ഒരു റൊട്ടീനൊന്നും അല്ല. ഞാനിത് എപ്പോഴും ഫോളോ ചെയ്യുന്നൊന്നുമല്ല. ഇപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചെയ്ത് കളയാം എന്നൊരു മൂഡ് വന്നു ചെയ്യാൻ വേണ്ടിയിട്ട്.
ലബെല്ലോ ആണ് യൂസ് ചെയ്യുന്നത് ലിപ് ബാമായിട്ട്. ഇത് ഐ തിങ്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം സ്കിൻ കെയർ കഴിഞ്ഞു. എങ്കിലും വീഡിയോ എടുക്കുന്നതിൻ്റെ പേരിലെങ്കിൽ ഞാൻ സ്കിൻ കെയർ ചെയ്തല്ലോ വല്ലപ്പോഴും. ഇനി എനിക്കിനി പണിയെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. തൂക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് കുറച്ച് അഡ്മിഷൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ ഒക്കെ ഒരു ഇതിൽ നിൽക്കുമായിരുന്നു. സോ ഇനി ഞാൻ നെറ്റ്ഫ്ലിക്സിൽ സീരീസ് കാണാൻ പോവാണ്. അങ്ങനെ പറഞ്ഞ പോലെ ഞാൻ സീരീസ് കാണാൻ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. പിന്നെ കുറേ സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ലഞ്ചിന് ഞാൻ കഴിക്കുന്നത് ബ്രൗൺ ബ്രെഡും പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ ഒരുപാട് ബീഫ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഉമ്മ ഒരു ദിവസം കൂടെ ഇങ്ങനെ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ അത് കാണുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നും. അങ്ങനെ ബ്രൗൺ ബ്രെഡിൻ്റെ കൂടെ ഞാൻ ബീഫ് കറി കുറച്ചെടുത്ത് കഴിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ബീഫ് ഒരുപാട് ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് ഉമ്മടുത്ത് പറഞ്ഞായിരുന്നു മാറ്റി വെക്കണേ. എനിക്ക് ആദ്യമായിട്ടൊന്ന് സ്റ്റേക്ക് ഉണ്ടാക്കി നോക്കണം എന്നുണ്ട്. ഇതിൽ കനം അല്ലെങ്കിൽ കട്ടി കുറച്ച് കുറവാണ്. എങ്കിലും കുഴപ്പമില്ല. ഇത് വെച്ച് എൻ്റെ ഒരു ഫസ്റ്റ് ട്രൈ എന്നുള്ള രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തട്ടിക്കൂട്ടാവുന്ന ഒരു സംഭവമാണ് ഈ ഒരു ബീഫ് സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ. അല്ല, ഒറിജിനലി അങ്ങനെയല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വേണമെങ്കിൽ നമുക്ക് തട്ടിക്കൂട്ടാം. പിന്നെ ആദ്യം എന്ന് വെച്ചാൽ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് ഉപ്പും പെപ്പർ പൗഡറും പിന്നെ ഞാൻ കുറച്ച് സോയ സോസും കൂടെ ഒഴിച്ച് എന്ത് ചെയ്ത് വെച്ചു, ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പാനിലോട്ട് ബട്ടർ ഒന്ന് ഹീറ്റ് ചെയ്തെടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്കും ഈ ഒരു ബീഫ് പീസ് അതിനകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് റോസ്മേരി ലീവ്സും പിന്നെ ഗാർലിക്കും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു ബീഫ് സ്റ്റേക്ക് ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലെറ്റ്യൂസും കുക്കുംബറും ഒണിയനും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്താണ് ഞാൻ ഈ സ്റ്റേക്ക് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ സ്ക്വീസ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിന് മുകളിൽ ചിലവർ സോസൊക്കെ ഒഴിക്കും കേട്ടോ. ഞാൻ അതൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. കുറച്ച് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അധികം സാലഡും കൂടെ ആഡ് ചെയ്തിട്ട് ഞങ്ങൾ കഴിക്കുന്നത്. ഇതായിരുന്നു ഡിന്നർ. പിന്നെ ഞാൻ അതിന് ശേഷം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ കലാപരിപാടിയായ സീരീസ് കാണാൻ തുടങ്ങി. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ പണ്ട് മുതലുള്ളൊരു സീരീസാണ്. ഇതിൻ്റെ ഒരു 5 സീസണെങ്കിലും ഞാൻ ഇപ്പം തന്നെ കണ്ടു തീർത്തിട്ടുണ്ടാകും. ഞാൻ ഒരു ദിവസമൊക്കെ ഇരുന്ന് കുറേ എപ്പിസോഡ് കാണും. ഞാൻ അങ്ങനെ അഡിക്റ്റാണ് അതിൽ. പിന്നെ കുറച്ച് നേരം കുക്കി ഒന്ന് ഗ്രൂം ചെയ്യണമായിരുന്നു. നെയിൽസൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ ചെയ്യണമായിരുന്നു. അങ്ങനെയൊക്കെ അവിടെ ഇരുന്നു. പിന്നെ നൈറ്റ് മുഴുവൻ ഞാൻ സീരീസ് കണ്ടുകൊണ്ടിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങളെ വെറുതെ മടുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കോമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ടാറ്റാ.